കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഒഴിഞ്ഞ് ഇന്ന് കേരളത്തിൻ്റെ രാജ്ഭവനിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു പ്രതിനിധി പോലും അദ്ദേഹത്തെ യാത്രയേക്കാൻ എത്തിയില്ല എന്നുള്ളത് കേരളത്തിന് തന്നെ അപമാനകരമാണ്. കേരളം ലോകം മുഴുവൻ ആതിഥ്യ മര്യാദയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടാണ്. നമ്മൾ ലോകത്ത് നിന്ന് എവിടെ നിന്ന് ആളുകൾ വന്നാലും അവരെ സ്വീകരിക്കുന്നവരാണ്. അവരോട് സ്നേഹപൂർണമായിട്ടുള്ള പെരുമാറ്റം അത് പ്രകടിപ്പിക്കുന്നവരാണ്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ടായിട്ടും അദ്ദേഹം ഗവർണറെ ഇന്ന് അദ്ദേഹം യാത്ര പറയുമ്പോൾ രാജ്ഭവനിൽ അദ്ദേഹത്തിന് യാത്രയേക്കാൻ ചെല്ലുകയോ അതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തുകയോ മന്ത്രിസഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു മന്ത്രി പോലും പോകാതിരിക്കുകയോ ചെയ്തത് കേരളത്തിൻ്റെ ആതിഥ്യ മര്യാദയുടെ പാരമ്പര്യം, ആ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള വിരോധത്തിനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഭരണഘടന അനുസൃതമായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ചു. സർവകലാശാലകളിലെ അഴിമതി, ആ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് ഒരുപക്ഷെ അത് താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായിരുന്നിരിക്കില്ല അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ഇടപെടലുകൾ. പക്ഷേ ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് അദ്ദേഹത്തെ യാത്രയേക്കാൻ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളൊന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹം കേരളത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ പോകേണ്ടതായിരുന്നു എന്നാണ് കേരളത്തിൻ്റെ പൊതുമനസ്സാക്ഷിയുടെ അഭിപ്രായം. കഴിഞ്ഞ 5 വർഷക്കാലം രാജ്ഭവൻ ആർക്കും അപ്രാപ്യമല്ലാത്ത ഒരു കേന്ദ്രമാക്കി മാറ്റിയ ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോഴും നിരവധി ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, വലിയ ഉദ്യോഗസ്ഥന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഒക്കെയുള്ള ആളുകൾ മാത്രമല്ല, അതൊന്നുമല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പല സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ കരുതലിനും അത് ലഭ്യമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് വിട പറയാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിനോട് വിട ചൊല്ലാൻ വേണ്ടിയിട്ട് ഇന്നലെ വന്നത് ഞാൻ നേരിട്ട് കാണുകയുണ്ടായി. കേരളത്തിൻ്റെ മനസ്സിൽ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഭരണഘടനയുടെ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഗവർണർ എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെൻറ് ഒരു നന്ദിയും പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ പേരിൽ നന്ദി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിൻ്റെ നിര്യാണ ശേഷവും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തോട് കാണിക്കുന്ന അവഗണന, ആ അവഗണന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അന്ന് രാത്രി ചാനൽ ചർച്ചകളിൽ പോലും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആരും പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് ഞാൻ പല മാധ്യമപ്രവർത്തകരിൽ നിന്നും മനസ്സിലാക്കിയത്. പല ചാനലുകളിലും, പ്രത്യേകിച്ച് ദേശീയ ചാനലുകളിൽ, മൻമോഹൻ സിംഗ്ജിയുടെ അനുസ്മരണം എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടത്താൻ ചാനലുകൾക്ക് സാധിച്ചില്ല. കാരണം കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ചർച്ചയെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല,
AICC ആസ്ഥാനത്ത് ഒരു പതിവ് ചടങ്ങ് എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ട് 10 വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയോട് കാണിക്കേണ്ട ആദരവ് പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും മുഴുവൻ സമയം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ ആദരവ് കാണിക്കുമ്പോഴും കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിയുടെ നേതാവായിരുന്ന ആളോട് കാണിക്കേണ്ട ആദരവ് കാണിച്ചില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ എത്രയോ കാലമായിട്ടുള്ള ഒരു പതിവ്. അതായത് നെഹ്റു കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് മാത്രമേ കോൺഗ്രസിൽ ആദരവ് ലഭിക്കുള്ളൂ എന്നുള്ള സമീപനം ഈ കാര്യത്തിലും അനുവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പ്രണബ് മുഖർജിയുടെ കാര്യത്തിലും നരസിംഹറാവുജിയുടെ കാര്യത്തിലും ഇത് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു. ആ വീഴ്ചകൾ മറക്കാൻ വേണ്ടി, ആ കാര്യം പരസ്യമാകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ മൻമോഹൻ സിംഗ് ജിയുടെ സ്മാരകത്തെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. മൻമോഹൻ സിംഗ് ജിക്കുള്ള സ്മാരകത്തെ സംബന്ധിച്ച് മരണം നടന്ന് അടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയും അത് കോൺഗ്രസ് നേതാക്കന്മാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുകൊണ്ട് സ്ഥലത്തെ സംബന്ധിച്ചിട്ടുള്ള ഏത് സ്ഥലമാണ് എന്നുള്ളത് അറിയിച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ മുൻ പ്രധാനമന്ത്രിക്ക് ഉചിതമായിട്ടുള്ള സ്മാരകമുണ്ടാകാൻ അതിനു വേണ്ടിയിട്ട് സ്ഥലം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അറിയിച്ചതിന് ശേഷവും കോൺഗ്രസ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ വീഴ്ചകൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ്. ഈ തരത്തിലുള്ള സമീപനം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള യഥാർത്ഥ ചിത്രം, ആ ചിത്രം ജനങ്ങളിൽ എത്തിക്കുന്നതിന് മാത്രമേ കാരണമാകൂ എന്ന് സൂചിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനും കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു.